തിരിച്ചപ്പോ ഒരു ബൈക്കുമായിട്ട് ആക്സിഡന്റ് ആയപ്പോ നമ്മൾ അവിടെയുള്ള എല്ലാവരും നമ്മുടെ എല്ലാ ആൾക്കാരും കൂടെ ഇറങ്ങി അവരെ ഹോസ്പിറ്റലിലോട്ട് എത്തിച്ചു. അദ്ദേഹം വിളിച്ചു പറഞ്ഞു അദ്ദേഹത്തിന്റെ വണ്ടിയെ തട്ടിയെന്ന് പറഞ്ഞു. ചുമ്മാ പറയുന്നത്. അദ്ദേഹം 3 വർഷമായിട്ട് മദ്യപിക്കണം. അദ്ദേഹം ട്രീറ്റ്മെന്റിലാണ്. അത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. കണ്ടു. നമ്മളവിടെ വന്ന് ഇത് അവിടെ നിന്ന് സുബ്രഹ്മണ്യ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേന് വളയിൽ വന്നപ്പോ വന്ന് ഇടിച്ചാണ്. പറഞ്ഞല്ലോ, ക്ലബിൽ നിന്ന് വീട്ടിലോട്ട് പോകാൻ രാത്രി 9 മണിയായുള്ളൂ. തിരിച്ചപ്പോ ഒരു ബൈക്കുമായിട്ട് ആക്സിഡന്റ് ആയപ്പോ നമ്മൾ അവിടെയുള്ള എല്ലാവരും നമ്മുടെ എല്ലാ ആൾക്കാരും കൂടെ ഇറങ്ങി അവരെ ഹോസ്പിറ്റലിലോട്ട് എത്തിച്ചു. പുള്ളി പോയിട്ട് ഇങ്ങനെ എന്റെ വണ്ടിയെ തട്ടിയെന്ന് പറയുന്നു. അതിപ്പോ അത് ക്യാമറയിൽ നോക്കിയാൽ അറിയാം. നമ്മുടെ അവിടെ ക്ലബിലുള്ളവരൊക്കെയാ ഹോസ്പിറ്റലിൽ എത്തിയത്. നമ്മളെല്ലാരും ഉണ്ടായിരുന്നു. അങ്ങനെ അങ്ങോട്ട് പോയിട്ടാണ് അദ്ദേഹം വിളിച്ചു പറഞ്ഞു അദ്ദേഹത്തിന്റെ വണ്ടിയെ തട്ടിയെന്ന് പറഞ്ഞു. മാറ്റിയിടുന്നില്ല. അദ്ദേഹത്തിന്റെ മോന്റെ വീടുണ്ട് ടെന്നീസ് ക്ലബിന്റെ പുറകില്. അവിടെ വണ്ടി ഇട്ട് അതൊക്കെ ചുമ്മാ പറയുന്നതാണ്. വണ്ടി ഇപ്പൊ തന്നെ പോലീസ് വന്ന് അവിടെ നിന്ന് എടുത്തത്. അല്ല, അദ്ദേഹം അറിയിച്ചില്ല. നമ്മളെ വിളിച്ചു പറഞ്ഞു. മാറ്റിയൊന്നുമില്ല. റോഡിലെ ടെന്നീസ് ക്ലബിന്റെ പുറകെ വണ്ടി കിടപ്പുണ്ടായിരുന്നു. റോഡ് സൈഡിൽ ഇപ്പൊ വന്ന് പോലീസ് വന്ന് എടുത്തോണ്ടോന്നല്ലോ. നമ്മൾ താക്കോല് കൊടുത്ത് പോലീസ് വന്ന് എടുത്തോണ്ട്. അവിടെ നിന്ന് അദ്ദേഹം ആ വീടാണല്ലോ അത്. ഇന്നലെ അവിടെ അതൊക്കെ കവടിയാർ പുള്ളിയുടെ ശരിക്കുള്ള വീട്. കാരണം അതിന്റെ പുറകില്. നമസ്കാരം. കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള തിരുവനന്തപുരത്തെ ഒരു അപകടം, അതിന് കാരണക്കാരൻ മണിയൻപിള്ള രാജുവാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നു. പക്ഷേ അപകടമുണ്ടായി 12 മണിക്കൂറോളം കഴിഞ്ഞതിന് ശേഷമാണ് സംഭവത്തിൽ പോലീസ് നടപടി ഉണ്ടായത് എന്നത് അടക്കമുള്ള ഗുരുതരമായിട്ടുള്ള വിഷയങ്ങളാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് മ്യൂസിയം സ്റ്റേഷൻ മുൻവശത്താണ്. മണിയൻപിള്ള രാജുവിനെതിരെ കേസ് എടുത്തിട്ടുണ്ട്. കേസിൽ രജിസ്റ്റർ ചെയ്ത നിയമ നടപടിയുമായി ബന്ധപ്പെട്ട ആശുപത്രിയിൽ മെഡിക്കൽ എടുത്തതിന് ശേഷം അദ്ദേഹത്തിന് ഇവിടെ എത്തിച്ച് ഇപ്പോൾ മറ്റു നടപടിയിലേക്ക് കടക്കുകയാണ്. ഈ കാണുന്ന വാഹനമാണ് കഴിഞ്ഞ ദിവസം അപകടത്തിന് കാരണമായിരിക്കുന്ന നടന്റെ വാഹനം എന്നുള്ളതാണ്. അദ്ദേഹം തുടക്കം മുതൽ തന്നെ പറഞ്ഞിരുന്നത് ആ വാഹനം 2 വീലർ തന്റെ വാഹനത്തിൽ വന്നിടിക്കുകയായിരുന്നു എന്ന ഇടത്തരമുള്ള കാര്യമാണ്. പക്ഷേ ഈ വാഹനത്തിന്റെ നില പരിശോധിക്കുമ്പോൾ തോന്നുന്നത് ഒരു പക്ഷേ ഈ പറയുന്ന കാര്യങ്ങളിൽ ഒരുപാട് വിരുദ്ധതയുണ്ട് എന്ന തരത്തിലാണ്. കാരണം ഒരു വാഹനം ഇങ്ങോട്ട് വന്നിടിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഈ തരത്തിൽ വാഹനം പൊട്ടിപ്പൊളിയുന്നത് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതേ സമയത്ത് അപകടമുണ്ടായപ്പോൾ തന്നെ താൻ ഈ വിവരം വിളിച്ച് ചിലരെ അറിയിച്ചിരുന്നു എന്ന തരത്തിലുള്ള വാദങ്ങളൊക്കെ ഉയർത്തുന്ന മണിയൻപിള്ള രാജുവിനെതിരെ പോലീസ് അദ്ദേഹത്തിന് സഹായമാകുന്ന തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചു എന്നൊരു ആക്ഷേപമാണ് നിലവിൽ ഉയരുന്നത്. കാരണം പ്രധാനമായിട്ടും ഇത്രയും പെട്ടെന്ന് തന്നെ ഒരു അപകടം ഉണ്ടാകുമ്പോൾ അവിടെയുള്ള രക്ഷാപ്രവർത്തനം നടത്തേണ്ടതിന് പകരം തനിക്ക് ആരോഗ്യ സ്ഥിതി മോശമായതുകൊണ്ട് താൻ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയി എന്നും മറ്റ് നടപടികൾക്ക് വേണ്ടി, അതായത് അപകടമുണ്ടായവരെ രക്ഷപ്പെടുത്തണം എന്നുള്ളത് താൻ മറ്റുള്ളവരെ വിളിച്ചു പറഞ്ഞു എന്നൊക്കെയാണ് മണിയൻപിള്ള രാജു ഇപ്പോൾ പ്രതികരിക്കുന്നത്. അതേസമയം ഇങ്ങനെ ഒരു അപകടം, ഇത്രയും ഗുരുതരമായിട്ടുള്ള അപകടം, 2ഓളം പേർക്ക് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള ഈ ഒരു അപകടം പോലീസ് അറിഞ്ഞപ്പോൾ പോലും അപകടത്തിന് കാരണമായത് മണിയൻപിള്ള രാജുവിന്റെ വാഹനമാണെന്ന് അറിഞ്ഞപ്പോൾ പിറ്റേന്ന് രാവിലെ വന്നാൽ മതി എന്നുള്ള തരത്തിലൊരു പ്രതികരണം നടത്തിയതായിട്ട്, നിർദ്ദേശം നൽകിയതായിട്ട് വരുമ്പോൾ അത് വലിയ രീതിയിലുള്ള പോലീസിന്റെ അനാസ്ഥയായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ്. കാരണം ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു വിഷയത്തിൽ ഉടൻ തന്നെ നടപടി എടുക്കേണ്ടുന്ന സാഹചര്യത്തിൽ പോലും ഇത്ര വൈകി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയാൽ മതി എന്ന തരത്തിൽ പറഞ്ഞത് എന്തിനാണ് എന്നുള്ള ചോദ്യങ്ങൾ പോലീസ് സമ്പ്രദായത്തിന് ഒന്നടക്കം ആശയം കുഴപ്പത്തിലാക്കുന്ന നടപടികളാണ് ഉണ്ടായിരിക്കുന്നത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. എന്തായാലും പോലീസ് സംവിധാനത്തെ വലിയ രീതിയിൽ ചോദ്യചിഹ്നമായിട്ട് മാറുന്ന ഒരു വിഷയമായിട്ട് മാറിയിരിക്കുകയാണ് ഈ ഒരു അപകടം എന്നുള്ളതാണ്. നിലവിൽ
നിയമ നടപടികളും കേസും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോഴും ആരെയാണ് മണിയൻപിള്ള രാജു ഇങ്ങനെ ഒരു അപകടം ഉണ്ടായി എന്ന് വിളിച്ചു പറഞ്ഞതെന്നും എന്തുകൊണ്ട് അപ്പോൾ തന്നെ ഈ വിഷയം പോലീസിലേക്ക് അറിയിച്ചില്ല അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വന്നില്ല എന്നതടക്കമുള്ള ചോദ്യങ്ങൾ നിലനിൽക്കുകയാണ്. ഈ വാഹനം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അദ്ദേഹം അങ്ങോട്ട് പോയി ഇടിച്ചതുപോലുള്ള കാര്യമാണ്. പക്ഷെ അതിന്റെ കൂടുതൽ വിവരങ്ങൾ CCTV ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ച് വ്യക്തത വരുത്തേണ്ടതുണ്ട്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ തുടക്കം മുതൽ തന്നെ മറ്റ് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് നടൻ. ക്യാൻസർ രോഗം പിടിപെട്ട് ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ആരോഗ്യസ്ഥിതി നല്ലതല്ലാത്തത് കൊണ്ടാണ് താൻ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങാത്തത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എങ്കിൽ പോലും അദ്ദേഹം അപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരാത്തതിന്റെ വിരുദ്ധത അത് തന്നെയാണ് ഇവിടെ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ അദ്ദേഹത്തിന്റെ മൊഴിയിൽ ഉണ്ടാകുന്ന വിരുദ്ധത അത് തന്നെയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. നടന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു വിശദീകരണം നമുക്ക് എന്തായാലും അല്ലെങ്കിൽ പോലീസിന്റെ ഒരു വിശദീകരണം ലഭിക്കുകയുണ്ടായി. ഇത് ഈ രീതിയിൽ അത് അപകടം ഉണ്ടാകുമോ എന്നുള്ളതാണ് രക്ഷപ്പെടുത്താൻ വേണ്ടി